കാലാവസ്ഥ തണുപ്പിലേക്ക് കടക്കുകയാണ്. അലർജികളും ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളുടെയും തുടക്കവും വിളനിലവുമാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള 2 ഔഷധങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഒന്ന് നീരുള്ളിയും മറ്റൊന്ന് വെള്ളുള്ളിയുമാണ്. രണ്ടിൻ്റെയും ഔഷധ ഗുണങ്ങൾ ഒട്ടേറെയാണെങ്കിലും തണുപ്പ് കാലത്ത് നമ്മൾ നേരിടുന്ന ഇൻഫ്ലുവൻസ പോലുള്ള ജലദോഷപ്പനിക്കും ചുമയ്ക്കും വളരെ നല്ല ഔഷധമാണ്. നീരുള്ളി ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് തേനിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് നല്ല ഒരു കഫ് സിറപ്പായി രൂപാന്തരപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെയാണ് ഗാർലിക്കും ഇത്തരം രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വെള്ളുള്ളിയുടെ ഗുണം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതും അതിൻ്റെ ഉപയോഗത്തിൽ അതിൻ്റെ ഗുണം എങ്ങനെ നിലനിർത്താമെന്നുള്ള അറിവില്ലായ്മയും അതിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. വെള്ളുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ കരിച്ചോ പുരിച്ചോ പുഴുങ്ങിയോ വേവിച്ചോ നശിപ്പിച്ച് കളയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി വെള്ളുള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞോ ചതച്ചോ കഴിയുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. അതിൽ നിന്നും പുറപ്പെടേണ്ട രാസപദാർത്ഥങ്ങൾ പൂർണ്ണമായ രീതിയിൽ പുറത്തു വരുവാനും അത് ശരീരത്തിന് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ രൂപാന്തരം പ്രാപിക്കുവാനും ഇത് ആവശ്യമാണ്. ഈ അറിവ് സൂക്ഷിക്കുക, ഉപയോഗപ്പെടുത്തുക.